ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ലോണം മേക്കപ്പ് ഇടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ്. എന്നാലും നല്ല രീതിയിലെങ്കിലും കുറച്ചൊരു ഗ്ലോ വരുന്ന രീതിയിൽ മേക്കപ്പ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ചെറിയ രീതിയിൽ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയുന്നല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെ ക്ലെൻസ് ചെയ്ത് റിമൂവ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോയാലും ഒക്കെ ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് വേറെ ഒരു സംഭവം വേണ്ട, മിസലർ വാട്ടർ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. വെറും ഒലീവ് ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ മേക്കപ്പും റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കൊന്നത് ട്രൈ ചെയ്താലോ? ഞാൻ ആദ്യം ഒരു ടിഷ്യൂ എടുക്കുന്നുണ്ട്. ലേശം ഒലീവ് ഓയിൽ കയ്യിലെടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ്, പിന്നെ പിമ്പിൾസ് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയവും വേണ്ട. കാരണം നമ്മൾ കൂടുതൽ സമയം ഫേസിൽ ഓയിൽ വെച്ചാൽ മാത്രമേ പിമ്പിൾസ് വരൂ. എനിക്ക് പിമ്പിൾസ് വന്നിട്ട് ഒരുപാട് പരിചയമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നാച്ചുറൽ ഗ്ലോ കൂടി കിട്ടും കേട്ടോ. കാരണം ഒലിവ് ഓയിലിൻ്റെ ഗുണം ഞാൻ പറയുന്നില്ല, കാരണം അത്രയും ഗുണമുള്ള ഒരു സാധനമാണ്. നല്ല രീതിയിൽ ഫെയർ ആകാൻ വേണ്ടിയിട്ട് ഏതെല്ലോ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കിച്ചണിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവിൻ്റെ കാര്യത്തിൽ ഞാൻ പ്യൂർ മലയാളം യൂസ് ചെയ്തിട്ടല്ലേ എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഗൈസ്. ഈ ഒരു ബ്യൂട്ടീൻ്റെ കാര്യത്തിൽ നമ്മൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ എന്താ പറയുക, നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ മെയിനായിട്ട് ഐയിലാണ് നല്ല രീതിയിൽ മേക്കപ്പ് ഇടാറ്. അപ്പോൾ ആ ഐ ആണ് എനിക്ക് മായ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പം ഞാൻ കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് ഐയിൽ നല്ലോണം റിമൂവ് ചെയ്ത് കൊടുക്കും. ദിഗംബരനെ പോലെയൊക്കെ ആകും ആദ്യമൊക്കെ, അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. പിന്നെ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ കെമിക്കൽസോ ഒന്നും തന്നെ ഇല്ല. അത് നമുക്കറിയാലോ ഒലിവ് ഓയിലിൽ. അപ്പോൾ ഇതേപോലെ കോട്ടൺ പഞ്ഞിയോ അല്ലെങ്കിൽ ടിഷ്യോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഏറ്റവും നല്ലൊരു കോട്ടനാട്ടോ, കോട്ടൺ പഞ്ഞിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ടിഷ്യൂ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ തടങ്ങളിൽ ഇതേപോലെ നല്ല രീതിയിൽ വലിച്ച് മസാജ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് 1 മണിക്കാണ് വീഡിയോ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ബേജാറ് കൊണ്ടാണ് ഞാൻ ഇതുപോലെ വലിച്ച് നീട്ടി ചെയ്യുന്നത്. കാരണം കണ്ണിൻ്റെ അടിയിൽ ഇതുപോലെ നല്ല രീതിയിൽ റിമൂവ് ചെയ്താൽ നമുക്ക് അവിടെ നല്ലതായിട്ട് ഡാർക്ക് വരിക. അപ്പോൾ കണ്ണിൻ്റെ അടിയിലുള്ള സ്കിന്നെല്ലാം ഭയങ്കര സെൻസിറ്റീവാണ്, വളരെ നേരിയതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഒലീവ് ഓയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ മേക്കപ്പ് റിമൂവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മേക്കപ്പ് റിമൂവ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയും മേക്കപ്പ് എനിക്ക് ആ ഒരു ടിഷ്യൂവിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഫേസ് കുറച്ച് ഗ്ലോ ആയ പോലും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ റിമൂവ് ചെയ്ത അത്രയും കോട്ടം അല്ലെങ്കിൽ ഒരു ഡാമേജ് ഒന്നും നമ്മുടെ സ്കിന്നിനാവില്ല. നമ്മൾ നാച്ചുറലായിട്ടാണ് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മസാജും കൊടുക്കുകയാണെങ്കിൽ 100% റിസൾട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.